നമസ്കാരം. ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പുതിയതായിരിക്കത്തില്ല, പഠിച്ചു പഴകിയ കാര്യം തന്നെയായിരിക്കും. എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ, പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. മക്കളെ, ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ആണല്ലേ? എനിക്ക് ഇഷ്ടമാണ്. എന്തിനാ യാത്ര ചെയ്യാൻ ഇഷ്ടം? ഒരു ദിവസം സ്കൂൾ അവധി വന്നു കഴിഞ്ഞാൽ, വിദ്യാലയത്തിൽ പോകണ്ട എന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, പുറത്തോട്ട് എവിടെയെങ്കിലും പോകണം, പാർക്കിൽ പോകണം, ബീച്ചിൽ പോകണം, പുറത്തുനിന്ന് ആഹാരം കഴിക്കണം, ഒത്തിരി കളിക്കണം. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ലേ? ഞാനും അതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. യാത്രകളുമായി ബന്ധപ്പെട്ട്, പോകുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാനും പഠിക്കാനുമുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മളപ്പോൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലെ എല്ലാ കാഴ്ചകളും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കത്തില്ലേ? തീർച്ചയായും ഉണ്ടാകും തരല്ലോ. പോകുന്ന വഴിയിലെ മരങ്ങളായാലും പക്ഷികളായാലും പലതരം കാഴ്ചകളായാലും എല്ലാം നമ്മുടെ കണ്ണിലും മനസ്സിലും എല്ലാ കാലവും എന്ത് ചെയ്യോടാ? തങ്ങി നിൽക്കും അല്ലേ? അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോയി യാത്ര ചെയ്ത് അവിടുത്തെ പ്രത്യേകതകളെല്ലാം കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കുറിപ്പ് തയ്യാറാക്കാറുണ്ട്. എന്ത് തയ്യാറാക്കാറുണ്ട്? കുറിപ്പ് തയ്യാറാക്കാറുണ്ട് അല്ലേ? അനുഭവക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതാറില്ലേ? തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് യാത്രാ വിവരണം എന്താണ്, എങ്ങനെ എഴുതാം, എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത്. യാത്രാ വിവരണം എന്താണ്, അത് എങ്ങനെ എഴുതാം. എന്താണ് യാത്രാ വിവരണം? യാത്ര ചെയ്യുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സാഹിത്യ രൂപേണ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? യാത്രാ വിവരണം എന്ന് പറയുന്നത്. യാത്രകളുമായി ബന്ധപ്പെട്ട്, കാണുന്ന കാഴ്ചകളുമായി ബന്ധപ്പെട്ട് എല്ലാം ഉള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. യാത്രാ വിവരണം. എന്താണെടാ യാത്രാ വിവരണം? യാത്രാ വിവരണം അറിയുന്നതിന് മുമ്പ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? സഞ്ചാര സാഹിത്യം എന്നത് അറിഞ്ഞിരിക്കണം. ആ ഒരു സാഹിത്യ വിഭാഗം, മലയാളത്തിലെ സഞ്ചാര സാഹിത്യം എന്ന വിഭാഗം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താണ് സഞ്ചാരം? യാത്ര. സഞ്ചാര സാഹിത്യം യാത്രയെ കുറിച്ചുള്ളതല്ലേ? അതായത് സഞ്ചാര സാഹിത്യം എന്താണെന്ന് പറയാൻ പോവുകയാണെ ശ്രദ്ധിച്ചിരിക്കുക. എഴുത്തുകാരൻ ഒരു സ്ഥലത്ത് പോയി അവിടെ നേരിട്ട് അറിഞ്ഞതും അനുഭവിച്ചതും കണ്ടു മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ. എഴുത്തുകാരൻ ഒരു ദേശത്ത് പോയി അവിടെ പോയി എത്തിയിട്ട് എന്ത് ചെയ്യും? അനുഭവിച്ചതും കണ്ടറിഞ്ഞതും എല്ലാമായ കാര്യങ്ങൾ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഒരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതായത് എഴുതുന്ന വ്യക്തി യാത്ര ചെയ്ത് ഒരു ദേശത്ത് എത്തും അല്ലേ? ആ ദേശത്തിന്റെ ഭാഷ, വേഷം, ഭൂപ്രകൃതി, ആഹാര രീതി, സംസ്കാരം എല്ലാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്? സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചേ. എഴുത്തുകാരൻ എത്തിച്ചേരുന്ന ഒരു സ്ഥലം ഉണ്ടാവും അല്ലേ? ആ ദേശത്തിന്റെ ഭാഷ, വേഷം, ഭൂപ്രകൃതി, സംസ്കാരം, ആഹാര രീതി എന്നിവയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് എന്ത്? എഴുത്തുകാരൻ എഴുതുന്നതാണ് എന്ത്? നമ്മുടെ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എന്ന് പറയുന്നത് പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകമാണ്. ഏതാണ്? പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം ചിലപ്പോ, മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി ഏതാണെടാ? പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം. പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകമാണ് ആദ്യത്തെ സഞ്ചാര സാഹിത്യം. മനസ്സിലായല്ലോ? ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി ഏതാ മലയാളത്തിലെ? പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകം. അതിനുശേഷം നമ്മുടെ മലയാള സാഹിത്യത്തിൽ സഞ്ചാര സാഹിത്യത്തിന് ഏറ്റവും വിപുലത നേടിയത്, അല്ലെങ്കിൽ ആ ഒരു ശാഖ വളർന്നത് എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യകാരൻ വഴിയാണ് കേട്ടോ. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി പാറേമാക്കൽ തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകമാണ്. പിന്നെ സഞ്ചാര സാഹിത്യം എന്നൊരു മേഖല, ഒരു ശാഖ വിപുലമായത്, അല്ലെങ്കിൽ അത് അറിയപ്പെട്ടത് എങ്ങനെയാണ്? നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യകാരൻ വഴിയാണ്.
എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യകാരൻ വഴിയാണ് എന്ത് ചെയ്തത്, സഞ്ചാര സാഹിത്യം എന്ന മേഖല വിപുലമായത്. അദ്ദേഹം എന്ത് ചെയ്തു, നൈൽ ഡയറി, കാപ്പിരികളുടെ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ആര്, നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്ന സഞ്ചാര സാഹിത്യകാരൻ. അപ്പൊ എന്താണ് ആ സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത്? എഴുത്തുകാരൻ ഒരു സ്ഥലത്ത് എത്തിപ്പെടും അല്ലെ, ആ ദേശത്തിന് എത്തിപ്പെടുന്ന ദേശത്തിന്റെ ഭാഷ, വേഷം, സംസ്കാരം, ഭൂപ്രകൃതി, ആഹാര രീതി എന്നിവയെല്ലാം തിരിച്ചറിഞ്ഞ് കണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് എന്ത്, സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പൊ സഞ്ചാര സാഹിത്യം എന്താണ്, മലയാളത്തിൽ ആരാ തുടക്കം കുറിച്ചത്, ആ ശാഖ വിപുലീകരിച്ചത് ആര് വഴിയാ എന്നൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയേ. അപ്പൊ നമ്മളിനി എന്താ അടുത്ത് പറയാൻ പോകുന്നത്, നമ്മുടെ യാത്രാ വിവരണക്കുറിപ്പിലോട്ട് വരാം. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ടല്ലേ, നിങ്ങളുടെ വേനൽക്കാല അവധിക്ക് നിങ്ങൾ പോയ സ്ഥലങ്ങളെ കുറിച്ച് ഒരു യാത്രാ വിവരണം തയ്യാറാക്കൂ അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം കൊടുത്തിട്ട് കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്ന കഥയിൽ സഞ്ചാര സാഹിത്യത്തിൽ എസ്.കെ. പൊറ്റക്കാട് നടത്തിയ യാത്രയിൽ അദ്ദേഹം കണ്ട യാത്രകൾ മനസ്സിൽ കുറിച്ചുകൊണ്ട് ഒരു യാത്രാ വിവരണം തയ്യാറാക്കൂ എന്നൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ യാത്രാ വിവരണം എഴുതാൻ തയ്യാറായിരിക്കണം അല്ലേ. നല്ല എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. കാരണം എന്താണ്, നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ യാത്രാ വിവരണത്തിൽ നമ്മൾ എഴുതുന്നത് അല്ലേ. നമ്മൾ പോയ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, യാത്രാ വിവരണ കുറിപ്പിൽ നമ്മൾ എഴുതുന്നത്. യാത്രാ വിവരണം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി. നിങ്ങൾക്കറിയാലോ, യാത്രാ വിവരണം നമ്മൾ നേരിട്ട് പോയി കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ഈ യാത്രാ വിവരണം എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, മനോഹരമായൊരു തലക്കെട്ട് കൊടുക്കണം. ആദ്യം എന്ത് ചെയ്യണം, നല്ല മനോഹരമായൊരു തലക്കെട്ട്, ശീർഷകം കൊടുത്തിരിക്കണം. നമ്മൾ ഈ ചെയ്ത യാത്രയുടെ ആ ഒരു തലക്കെട്ട്, ആകർഷകമായ ഒരു തലക്കെട്ട് കൊടുത്തിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഖണ്ഡിക തിരിച്ചു മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. ഖണ്ഡിക തിരിച്ചു മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ, അതായത് പാരഗ്രാഫ് ആയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമ്മൾ പോയൊരു ദിവസം ഉണ്ടാവുമല്ലോ, ഡേറ്റ് ഇട്ടില്ലെങ്കിലും മെയ് മാസം 4ാമത്തെ ഞായറാഴ്ച അല്ലെങ്കിൽ മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ദിവസം സഹിതം നമുക്ക് എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നന്നായിരിക്കും. മനസ്സിലായല്ലോ. തലക്കെട്ട് കൊടുക്കുക, ഖണ്ഡിക തിരിച്ചു വേണം എഴുതാൻ. പിന്നെയോ, നമ്മൾ പോയ ദിവസം അവിടെ എന്ത് ചെയ്തിരിക്കണം, ഉണ്ടായിരിക്കണം, അത് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ട കാഴ്ച ആയതുകൊണ്ട് തന്നെ അതിനെ വർണ്ണിച്ചു വേണം എഴുതാൻ. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തിരുവനന്തപുരത്തുള്ള മൃഗശാലയിലാണ് പോകുന്നതെന്ന് വെച്ചോ. മൃഗശാലയിലാണ് പോകുന്നത്. അവിടെ വളരെ ഭംഗിയുള്ള ഒത്തിരി ജീവജാലങ്ങളുണ്ടല്ലേ. അവിടെ മുഴുവനായിട്ട് ചുറ്റിക്കറങ്ങി ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ആദ്യം കാണുന്നത് വള്ളിപ്പടർപ്പ് പോലെ നിൽക്കുന്ന ഒരു മരമാണെന്ന് വെക്കുക. അതിങ്ങനെ ആർച്ച് രീതിയിൽ നിൽക്കുകയാണെന്ന് വെക്കുക, ഇങ്ങനെ റാ ഷേപ്പിൽ നിൽക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതോ, നമ്മൾ ചെന്ന് കയറിയപ്പോഴേ കണ്ടത് റാ ഷേപ്പിൽ നിൽക്കുന്ന ഒരു മരമായിരുന്നു എന്ന് നമ്മൾ എഴുതൂ. എഴുതിയൊരു ഭംഗി കാണോ? ഇല്ല. വായിക്കുന്ന ടീച്ചറിനെ വിരസത തോന്നും. അപ്പം നമ്മൾ എങ്ങനെ എഴുതണം? ഇങ്ങനെ എഴുതാം. തിരുവനന്തപുരം മൃഗശാലയിലേക്കായിരുന്നു എൻ്റെ യാത്ര. എന്ത് മനോഹരമായിരുന്നു ആ സ്ഥലം. വളരെ ഭംഗിയുള്ള ആ കടലാസ് ചെടി, ആ വള്ളിച്ചെടി നമ്മെ സ്വാഗതം ചെയ്യുന്നത് പോലെ പൂക്കൾ വർഷിച്ചു നിന്നു. ആ കാഴ്ച ഇന്നും എൻ്റെ കണ്ണിന് മായാതെ നിൽക്കുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കണ്ട ആ വള്ളിച്ചെടി നമ്മെ സ്വാഗതം ചെയ്തുവോ എന്ന് ഞാൻ പോലും സംശയിച്ചു പോയി. അവിടെ നിന്നും നേരെ കയറി ചെന്നത് സിംഹരാജാവിൻ്റെ അടുത്തായിരുന്നു. ആ ഗർജനം ദൂരെ നിന്ന് തന്നെ ഞാൻ കേട്ടു. അയ്യോ, എന്നെ ഇപ്പൊ വന്ന് കടിക്കുവോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ കൂട്ടിനകത്തല്ലേ, അതുകൊണ്ട് കടിക്കില്ല എന്ന് മനസ്സിലായി. പാവമാണ് കേട്ടോ. ഓടി നടന്ന് കളിക്കേണ്ട സിംഹം എവിടെ കിടക്കുന്നു? കൂടിനകത്ത് കിടക്കുന്നു. ആ സങ്കടവും സഹിച്ചുകൊണ്ട് ഞാൻ നേരെ എവിടെ പോയി? പക്ഷികളുടെ അടുത്തേക്ക് പോയി. വളരെ സുന്ദരിയായ തത്തമ്മ ചുണ്ടിൽ നല്ല ചുമന്ന നിറവുമായി ഇരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയായിരുന്നു. എനിക്ക് അവളെ അങ്ങ് ഒത്തിരി ഇഷ്ടമായി. തത്തമ്മ തിന തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ ഒരാൾ പാത്രത്തിൽ തിനകൾ കൊണ്ടിട്ടിരിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ടാകാം അത് കൊത്തി തിന്നുന്നുണ്ട്. അതിൻ്റെ ആഹാരം തിനയാണെന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായി. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ
കുറിപ്പ്, യാത്രാ വിവരണം എഴുതണം. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി നല്ല ആശയങ്ങളുണ്ടാവും, ഇതിനെക്കാട്ടി ഭംഗിയായിട്ട് എഴുതാൻ പറ്റും അല്ലേ? നമ്മളെക്കാട്ടി നന്നായിട്ട് ചിന്തിക്കാനൊക്കെ കഴിവുള്ളത് ആർക്കാ? കുഞ്ഞു മക്കളാകുന്ന നിങ്ങൾക്ക് അല്ലേ? നമുക്കൊക്കെ കുറച്ച് അറിവല്ലേ ഉള്ളൂ. കുഞ്ഞു മക്കളാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യും, ചിന്തകൾ വരും മനസ്സിൽ. അതൊക്കെ ചേർത്ത് വെച്ച് വർണ്ണിച്ചു മാത്രമേ എന്ത് എഴുതാൻ പാടുള്ളൂ, നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പാടുള്ളൂ, യാത്രാ വിവരണം എഴുതാനായിട്ട് പാടുള്ളൂ. അപ്പൊ എന്ത് കൊടുക്കണം? തലക്കെട്ട്, ആ നല്ല ഭംഗിയുള്ള ആകർഷിക്കുന്ന രീതിയിലുള്ള തലക്കെട്ട് കൊടുക്കുക. ഖണ്ഡിക തിരിച്ചെഴുതുക. ആ ഖണ്ഡികയിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പോകുന്ന സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ പോയ സ്ഥലം ഏതാണ്, എത്രത്തോളം ആകാംക്ഷയോടെയാണ് നമ്മൾ ചെന്നെത്തിപ്പെട്ടതെന്ന് എഴുതണം. അതായത് ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ നമ്മൾ തീരുമാനിക്കുമല്ലോ പോകാന്ന്. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ തലേന്ന് പറയണം, മക്കളെ നാളെ നേരത്തെ എണീക്കണം, നമുക്ക് മൃഗശാലയിൽ പോകണം അല്ലെങ്കിൽ ബീച്ചിൽ പോകണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, നാളെ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെ പോവാം, യാത്ര പോവാം, അവിടെ പോകുന്നു, സ്ലൈഡിൽ കയറുന്നു, സീസോയിൽ കയറുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ആ സ്വപ്നം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാടാ, യാത്രാ വിവരണം എഴുതി തുടങ്ങാം അല്ലേ? ഇങ്ങനെ എഴുതാം. മുൻകൂട്ടി അച്ഛൻ പറഞ്ഞതിന് പ്രകാരം വളരെയധികം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞാൻ അവിടേക്ക് എത്തിപ്പെട്ടത്. എൻ്റെ മനസ്സിലുള്ളതിനേക്കാൾ മനോഹരമായ കാഴ്ചകളായിരുന്നു എന്നെ അവിടെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി തുടങ്ങാം. ആദ്യത്തെ ഖണ്ഡിക അങ്ങനെ എഴുതി തുടങ്ങാം അല്ലേ? ജനുവരി മാസം 3-ാമത്തെ ശനിയാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത്. ആ യാത്ര എനിക്ക് മറക്കാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ആദ്യത്തെ ഖണ്ഡിക എഴുതാം. രണ്ടാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കണ്ട മനോഹരമായ കാഴ്ചകളെ വിശദീകരിച്ച് അതേസമയം ചുരുക്കി വർണ്ണിച്ചെഴുതണം. രണ്ടാമത്തെ ഖണ്ഡികയിൽ എന്ത് ചെയ്യണം, നമ്മൾ കണ്ട കാഴ്ചയെ വർണ്ണിച്ചെഴുതണം. വർണ്ണിച്ചെഴുതാൻ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ വർണ്ണിച്ച് വളരെ അതായത് വർണ്ണിച്ചെഴുതുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ തോന്നണം ഇതൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ വർണ്ണിച്ചെഴുതണം. മൂന്നാമത്തെ ഖണ്ഡികയിൽ ഒരു ഉപസംഹാരം വേണമെന്നല്ല, മൂന്നാമത്തെ ഖണ്ഡികയിൽ ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു, മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് എഴുതാം അല്ലേ? ഈ യാത്ര വളരെയധികം ഞാൻ ആസ്വദിച്ചു, എൻ്റെ ഓർമ്മയിൽ എന്നും മായാതെ നിൽക്കുന്ന ഒന്നായിരിക്കും. ജീവിതത്തിൽ വളർന്നു വലുതാകുമ്പോൾ പോലും ഓർക്കാൻ ഒത്തിരി അധികം കാര്യങ്ങൾ സമ്മാനിച്ച ഈ യാത്രയിൽ ചെറിയൊരു ദുഃഖം തോന്നി കേട്ടോ. നമ്മെപ്പോലെ പറന്ന് പാറി നടക്കേണ്ട പക്ഷികളും മൃഗങ്ങളും എല്ലാം കൂട്ടിലടയ്ക്കപ്പെട്ടവരാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥ അവിടെ ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഞാൻ കണ്ടു. അതിൽ ചെറിയൊരു സന്തോഷം വീണ്ടും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, ഉപസംഹാരം എഴുതി അവസാനിപ്പിക്കാം. അപ്പോൾ യാത്രാ വിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ കാട് കയറി പറഞ്ഞു എന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയേ ഇത്രയും പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യുക, ആകർഷകമായ തലക്കെട്ട് കൊടുക്കുക. ഒന്നാമത്തെ ഖണ്ഡികയിൽ നമ്മൾ തയ്യാറെടുത്തിട്ട് പോകുന്നതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചുരുക്കി അവിടെ എഴുതാം. രണ്ടാമത് വിശദീകരിച്ചുകൊണ്ട് എഴുതാം. മൂന്നാമത് എനിക്ക് ആ യാത്ര പോയപ്പോൾ എന്തൊക്കെ കിട്ടി, സന്തോഷമാണോ, എന്തൊക്കെ ഓർമ്മകളുണ്ടെന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ എന്ത്, യാത്രാ വിവരണം എന്ന് പറയുന്നത്. അപ്പൊ യാത്രാ വിവരണം എന്താണെന്ന് മനസ്സിലായല്ലോ. എഴുത്തുകാരൻ ഒരു സ്ഥലത്തെത്തി, അതായത് നമ്മളാണ് എഴുതുന്നെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവിടുത്തെ ആഹാര രീതിക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലേ? നമ്മൾ ഇവിടുത്തെ ആഹാര രീതി ആയിരിക്കും അവിടെ ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എഴുതിയിട്ടുണ്ടാവണം അല്ലെ? അച്ഛൻ എന്ത് വാങ്ങിച്ചു തന്നു, അതിന്റെ രുചി എന്തായിരുന്നു, അത് അച്ഛൻ ചായ വാങ്ങിച്ചു തന്നു, കുടിച്ചപ്പോൾ മധുരമായിരുന്നു എന്ന് പറഞ്ഞല്ല എഴുതേണ്ടത്. നല്ല ആവി പറക്കുന്ന ചായ അച്ഛനെന്റെ കയ്യിൽ കൊണ്ടു തന്നു, അത് ഊതി ഊതി കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് എഴുതണം. എനിക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു മാർക്ക് വീഴും. അപ്പൊ എന്താണ്, ഒരു കഥാകാരൻ, ഒരു എഴുത്തുകാരൻ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞാൽ ആ ദേശത്തിന്റെ ഭാഷ, വേഷം, ഭൂപ്രകൃതി, സംസ്കാരം, ആഹാര രീതി എന്നിവയെല്ലാം തിരിച്ചറിഞ്ഞ് കണ്ടും കേട്ടും അനുഭവിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത്, യാത്രാ വിവരണം അല്ലേ? അത് ഏത് ശാഖയിലുള്ളതാണ്? സഞ്ചാര സാഹിത്യമാണ്. ആദ്യത്തെ സഞ്ചാര സാഹിത്യ കൃതി എഴുതിയതാരാ? പാറേമാക്കൽ തോമ കത്തനാരാണ്. സഞ്ചാര സാഹിത്യം എന്ന മേഖല വിപുലീകരിച്ചത്, ശാഖ വിപുലീകരിച്ചത് ആരുടെ എഴുത്തുകാരനോ? SK പൊറ്റേക്കാടിന്റെ എഴുത്താണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സഞ്ചാര സാഹിത്യം എഴുതി നോക്കാം. നാളെ നിങ്ങൾ സ്കൂളിലൊക്കെ പോയി പതാക ഉയർത്തലിനൊക്കെ പങ്കെടുത്തിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, എൻ്റെ ക്ലാസ് വീണ്ടും വരും. എന്തായിരിക്കും അതില്? സഞ്ചാര സാഹിത്യം എങ്ങനെ എഴുതാം, യാത്രാ വിവരണം എങ്ങനെ എഴുതാന്ന് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനോഹരമായ ഒന്ന് നമുക്ക് എഴുതി നോക്കാം.
എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. അപ്പോൾ നാളെ കാണാം നമുക്ക്. എല്ലാവർക്കും നന്ദി.